കാണുന്ന ബസ് സ്റ്റോപ്പിൻ്റെ ഷെഡ് ഉണ്ടാക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പ്, ബസ് അവിടെ നിർത്തുന്നു. ഇത് ഷെഡ്. ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് വാനൊക്കെ, അതായത് എന്തെങ്കിലും ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, ഷിഫ്റ്റിംഗ് എല്ലാം ഉണ്ടെങ്കിൽ. എക്സിവേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇവിടെയുണ്ട് ഒരു ആസ്റ്റർ. ഇത് ആ മോളിൻ്റെ ഉള്ളിലാണ്, അതായത് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗം. ഇവിടെയുണ്ട് ആസ്റ്റർ. ഇതാണ് മദീന സൂപ്പർ മാർക്കറ്റ്. നമസ്കാരം. ഫുജറയിലുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുജറ തന്നെയാണുള്ളത്. ഫുജറയിലൊരു ചെറിയൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഞാനിപ്പോൾ ഹൈവേയിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു, ഞാൻ കുറേ ഫുജറയുടെ പല ഭാഗങ്ങളും കാണിച്ചു. ഒരു എന്താ പറയുക, ഒരു സിഗ്നലിലേക്ക് പോവുകയാണ്. ബീച്ച് സൈഡ്, പണ്ട് പോയില്ലേ ബീച്ചിൻ്റെ സൈഡിൻ്റെ അടുത്തെത്തൂല. പണ്ട് ഞാൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഭാഗത്തെല്ലാം കാണിച്ചില്ലേ, ആ ഭാഗത്ത് കുറച്ച് അങ്ങോട്ടുള്ള ഏരിയ ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ കടകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു വൈകുന്നേരങ്ങളിലെ ഒരു ചെറിയൊരു ട്രിപ്പ്, പണ്ടത്തെ പോലെ തന്നെ. അപ്പോൾ ഫുജറയിലെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടന്ന് ഹൈവേയിലടുത്തെത്തി. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് വന്നത്. ഇത് പാർക്കിംഗ് ഏരിയ. അവിടെ നിന്ന് നേരെ നടന്ന് ഫുജറയിലെ ഹൈവേയിലേക്ക് എത്തി. ഇനി എനിക്ക് ഹൈവേ ക്രോസ് ചെയ്യണം. അവിടെ പോയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. സിഗ്നൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. കാരണം വെച്ചാൽ ഞാൻ താമസിക്കുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഞാൻ താമസിക്കുന്ന ഭാഗങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ 7 ബേക്കറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കണ്ടോ, 7 ബേക്കറി ഫേമസ് ആയിട്ടുള്ള ബേക്കറിയാണ് ഇവിടുത്തെ ഫുജറയിലുള്ള. 7 ബേക്കറീൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ ഫ്ലാറ്റ്, എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ അവിടെയുള്ള കാർ പാർക്കിംഗ് ഏരിയ തൊട്ട താഴെ കണ്ടോ നിങ്ങളോ. ഞാൻ എന്നും വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിലേക്കൂടെ നടന്നിട്ട് ഇങ്ങനെ പോവുകയല്ലേ ചെയ്യുക. ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു വാക്ക് വേ ഉണ്ടല്ലോ, അണ്ടർഗ്രൗണ്ട്. അവിടെ നിന്ന് ഞാൻ ക്രോസ് ചെയ്യുക പതിവ്. അപ്പം ഞാൻ കരുതി ഇന്ന് ഈ പ്രാവശ്യം ഇപ്പുറത്ത് വന്നിട്ട് ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഏതായാലും ഞാൻ അന്ന് ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതൊക്കെ കാണിച്ചത്. പെട്രോൾ പമ്പ് കണ്ടോ. സൈഡിലൂടെ നടന്നിട്ട് വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ് അല്ലേ. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ മുമ്പേ അന്ന് രാത്രിയൊക്കെ കാണിച്ചിരുന്ന ഭാഗങ്ങളായിരുന്നല്ലോ. പിന്നെ ഇതിന് ADCB സെൻറ്റർ എന്നും പറയും. പിന്നെ അതിനടുത്തുള്ള ഒരു താജ് മഹൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, താജ് മഹൽ ഹോട്ടൽ, ഫേമസ് ഹോട്ടലാണിത്, താജ് മഹൽ ഹോട്ടൽ. ഭാഗങ്ങളിൽ മുമ്പേ പോയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം പോകേണ്ടത് അങ്ങോട്ടാണ്. റോഡ് ക്രോസ് ചെയ്യട്ടെ. സീബ്ര ക്രോസിംഗ് ഒന്നും ഇല്ല, എവിടെയും സീബ്ര ക്രോസിംഗ് ഇല്ല. പക്ഷേ ഇതിലേക്കൂടെയൊക്കെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നത് കാണാം. നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തെത്താനായി. ഇവിടെയൊക്കെ കൂടുതൽ ഈ ഭാഗത്തൊക്കെ ജ്വല്ലറി, റെസ്റ്റോറൻറ്റ്. നമുക്ക് പെഡസ്ട്രിയൻ ക്രോസിലേക്കൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഭാഗത്ത് പോകാം. അത് അപ്പുറത്തെ ഭാഗത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇതുണ്ടോ TS ഗോൾഡ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി. അതിൻ്റെ തൊട്ടപ്പുറത്ത് മലബാർ ഗോൾഡ്. പണ്ട് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ കാണിച്ചിരുന്നില്ലായിരുന്നു. അതേപോലെ വീണ്ടും ഞാൻ അതേ പെഡസ്ട്രിയൻ ക്രോസിലേക്ക് നടന്നു പോവുകയാണ്. അന്ന് നമുക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യുമോ നോക്കാം. ബീന്നൊക്കെ കാണുന്നുണ്ട്. യെസ്, ഡോർസ് ഓപ്പൺ. അങ്ങനെ നമ്മൾ മുകളിലെത്തി. കൂടുതൽ ജ്വല്ലറികളുണ്ട് ഉണ്ടോ. വാഹിനി ഇപ്പം നമ്മൾ കണ്ടു, അപ്പുറത്ത് കണ്ടു. അതേപോലെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. ജ്വല്ലറികളിൽ ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ജ്വല്ലറിയിൽ നമുക്ക് ഇവിടെ പൈസ വ്യത്യാസമുണ്ട്, ടാക്സിൻ്റെ വ്യത്യാസമുണ്ട്, അതേപോലെ പ്രൈസിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഇന്നത്തെ ഗോൾഡ് ഇവിടെ 260 261 ദിറംസാണ് ഒരു ഗ്രാമിന്. ഉണ്ടോ അടുത്ത ജ്വല്ലറി. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് നടത്തുന്ന ഷോപ്പുകളാണ്. ഉണ്ടോ അടുത്ത ജ്വല്ലറി ഷോപ്പ്. തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇതാണ് എക്സ്ചേഞ്ച് സെൻറ്റർ. നമ്മൾ പൈസ നാട്ടിലേക്ക് അയക്കുന്ന എക്സ്ചേഞ്ച്.
ഉണ്ടല്ലോ, വെസ്റ്റേൺ യൂണിയൻ അങ്ങനെയെല്ലാം ഉണ്ട്. ഇത് റെൻ്റ് കാർ നടത്തുന്ന സ്ഥലം. അങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി. ഹൈവേ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് വന്ന് ദുബായിൽ നിന്ന് ഇങ്ങ് വന്നിട്ട് ഇവിടെ നിർത്തുന്ന ബസ് ഇവിടെ നിർത്തുക. അത് തൊട്ടപ്പുറത്ത് അവിടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ബസ് വെയിറ്റിംഗ് ഷെഡ്. ഇത് അടുത്ത വേറൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെയൊക്കെ ഫ്ലാറ്റ് അതിൻ്റെ മേലെ ഉണ്ടോ. അടുത്ത അർബൂഷ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് ഇറാനിയൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ്. അതിന് തൊട്ടപ്പുറത്ത് അടുത്തൊരു എക്സ്ചേഞ്ച് സെൻറ്റർ. ഇത് അൽ അൻസാരി എക്സ്ചേഞ്ച്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് സെൻറ്ററാണിത്. കണ്ടോ നിങ്ങൾ, ഞാൻ ബസ് വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ട്. ഇവിടെ ഷെഡൊന്നും ഇല്ലല്ലോ അല്ലേ. കണ്ടോ അവിടെ ഒരു വെള്ളം ഇത് കണ്ടോ. ഷെഡിങ്ങിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. കണ്ടോ ഷെഡിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. ഇതൊരു ഫാർമസി, ഇത് ക്ലിനിക്ക്, ആസ്റ്റർ ക്ലിനിക്ക്. ഇത് ആസ്റ്റർ ഫാർമസി. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉണ്ടാവുക. ഞാനൊക്കെ അസുഖമെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ വന്നിട്ടാണ് കാണിക്കുക. നടന്ന് നമ്മൾ സിഗ്നലിൻ്റെ അടുത്തെത്തി. ഈ സ്ഥലത്തിന് മുർഷിദ് എന്നാണ് പറയുക. നമ്മൾ നടന്ന് വേറൊരു ക്രോസിങ് കഴിഞ്ഞു, നമ്മൾ സിഗ്നലിൻ്റെ അടുത്തെത്തുന്നു. ഞാൻ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് തിരിച്ച് വേറെ ഒരു ഗള്ളി ഏരിയ ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരിക. പിന്നെ അപ്പുറത്തെ ഭാഗത്തുള്ള കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്, ആ ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. രാത്രിയായി, ലേറ്റായി, സമീപം 6:30 6:45. ഇപ്പം പെട്ടെന്ന് ഇരുടാകുന്നുണ്ട്, 7:15 ആകുമ്പോഴത്തേക്ക് ഇരുടാവും. ഇവിടെ മദീന സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ. അതിൻ്റെയും കൂടി പാർക്കിംഗ് ആണ്. നമുക്ക് എന്തായാലും ഒന്ന് മദീന സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന്, സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോകുന്നില്ല, ഇവിടെയുണ്ട് ഒരു ആസ്റ്റർ. ഇത് ആ മോളിൻ്റെ ഉള്ളിലാണ്, അതായത് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗം. ഇതാണ് ഇവിടെയുണ്ട് ആസ്റ്റർ. ഇതാണ് മദീന സൂപ്പർ മാർക്കറ്റ്. അതിലെ കൂടി കയറിയിട്ട് ഇതിലേ കൂടി പുറത്തിറങ്ങാം. അങ്ങനെ മദീന സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് പുറത്തിറങ്ങി. എന്താണെന്നറിയോ, നല്ല ചൂടാണ്, വേർത്തൊലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ AC ഉണ്ട്. അപ്പോൾ ആ AC കിട്ടേണ്ടിയിട്ട് അതിലെ കൂടി കയറി. അപ്പം മദീന സൂപ്പർ മാർക്കറ്റിനെ കൂടി കാണിച്ചു തന്നു. ഞാൻ ക്രോസ് ചെയ്ത് സിഗ്നലിൻ്റെ അടുത്തെത്തി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഓൺ അടിച്ചിട്ട് ഹായ് പറഞ്ഞതാണ്. ക്രോസ് ചെയ്യട്ടെ, ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം, ഈ ഇടങ്ങാറാണ്. നമുക്ക് ഞാനിപ്പോൾ അങ്ങനെ വന്നു, ഇനി ഞാൻ ഈ സൈഡിലേക്ക് പോവാം. ഓക്കെ, ഇങ്ങോട്ടാണ് ബീച്ച് സൈഡ്. ഫസ്റ്റ് വന്ന് അംബ്രല്ല ബീച്ച് ഭാഗങ്ങളൊക്കെ പോയി കാണിച്ചെന്നില്ലേ, ആ ഭാഗം. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണം. ഈ ഭാഗത്തിൽ അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കണം. വളരെ ശ്രദ്ധിച്ച് നിൽക്കണം സിഗ്നലിൽ, കാരണം ഇത് ഇങ്ങനെ ഒരു മറയുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, പ്രസ് ചെയ്തായാലും. അല്ല, ഞാൻ പണ്ടത്തെ വ്ളോഗ് കാണിച്ചെന്നില്ല, എന്തെല്ലാം സിസ്റ്റം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞ ശേഷം അവിടെ നമുക്ക് പെഡസ്ട്രിയൻ ക്രോസിനുള്ള സിഗ്നൽ ഗ്രീൻ ആവും. അങ്ങനെ ക്രോസ് ചെയ്തു. ഇനി വേഗം ക്രോസ് ചെയ്തിട്ട് അവിടെ ഗ്രീൻ ആയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങൾ നാഷണൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്റ്റോപ്പിന് പറയാൻ നാഷണൽ ഹൈപ്പർ മാർക്കറ്റിലെ അവിടെ പോയി അവിടെ നിൽക്കുന്നതൊക്കെയാണ് പറയുക. പിന്നെ അടുത്തതാണ് ദ പേഷ്യൻ എന്ന് പറയുന്ന വേറൊരു ഷോപ്പിംഗ് സെൻറ്റർ. അത് ഇതാണ്, ഈ കാണുന്നതാണ് പേഷ്യൻ ഷോപ്പിംഗ് സെൻറ്റർ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും. കുറേ ആൾക്കാരുകൾ വന്നിട്ടുണ്ടോ, പിന്നെ നല്ല തിരക്കുണ്ട് അല്ലേ, നിങ്ങൾ കണ്ടില്ല, നല്ല തിരക്കാണ്. ഇന്ന് ശനിയാഴ്ച രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ഹൈവേ റോഡിൽ നമുക്ക് പോവാം. അതിന് മുമ്പേ ഞാൻ ഈ ഇവിടുത്തെ കുറച്ച് ഗള്ളി ഏരിയകൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴയ കാലത്തുള്ള സ്ഥലം പോലത്തെ സ്ഥലങ്ങളാണ് ഫുജറയിലെ. ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് വാനൊക്കെ, അതായത് എന്തെങ്കിലും ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, ഷിഫ്റ്റിംഗ് എല്ലാം ഉണ്ടെങ്കിൽ വാനുകളൊക്കെ ഇവിടെയാണ് നിർത്തിയിടുക. ചെറിയൊരു തട്ടുകട കണ്ട,
ഈ ഇത് വേപ്പിൻ്റെ മരമാണ് ഈ കാണുന്നത്. അതായത് വേപ്പിൻ്റെ മരം. ചെറിയ ഗ്രോസറി, ധ്യാനങ്ങളുടെ കട, ഇത് നമ്മുടെ ചെറിയ റെസ്റ്റോറൻറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലാങ്കറ്റ്, ഷൂ ഒക്കെ കിട്ടുന്ന കട. ഇതൊക്കെ യൂസ്ഡ് ഫർണിച്ചർ കട. ഒരു റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻ്റ് പുറത്തുള്ള ലൈറ്റിലിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തെത്തി. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഈ ഭാഗങ്ങളിലൊക്കെ പാർക്കിംഗ് സൗകര്യം, പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. പഴയ കാലത്തെ ബിൽഡിങ്, നമുക്ക് വളരെ പഴയ കാലത്തെ ബിൽഡിങ്ങാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ആഹാ, ഇവിടെയും എക്സിവേറ്ററൊക്കെ ഉണ്ടല്ലേ, എക്സിലേറ്റർ. അത് ശരി, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഇങ്ങനെ വെറുതെ കാലിയായി കിടക്കുന്നുണ്ട്. ഷോപ്പ് ഫോർ റെൻറ്റ്. ആരെങ്കിലും ഉപകാരമാണെങ്കിൽ നമ്പർ എടുത്ത് വിളിച്ചോളും. കുറേ ഷോപ്പുകളുണ്ട്. ഇവിടുത്തെ കാഴ്ച. നമ്മൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ തിരിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാം. അടിപൊളി ബാർബർ ഷോപ്പ്. എക്സിവേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്ക് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇങ്ങനെ ഷോപ്പുകൾ കാണിച്ച് വളരെ ബോറിംഗ് ആയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇവിടുത്തെ ഷോപ്പുകളുടെ എങ്ങനെയല്ലാതൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ അടുത്ത് പോയിട്ട്. അതുകൊണ്ടൊന്ന് കാണിച്ചാൽ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഡ്രസ്സുകളൊക്കെ വളരെ വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലമാണ് ഇതെല്ലാം. ഇതായി കാണുന്നതല്ലോ കണ്ട, 65 ദിറംസ്, 5 ദിറംസ്, 8 ദിറംസ്, അങ്ങനെ പലതും ഉണ്ട്. കണ്ട, ഇതെല്ലാം വേറൊരു ഷോപ്പാണ്. ഷവർമ കിട്ടുന്ന സ്ഥലം. ഷവർമ ഹെഡ് 6 ദിറംസ്. നമ്മൾ വീണ്ടും ഫുജറയുടെ ഉള്ള ഏരിയയിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നതിൻ്റെ പിന്നിലുള്ള സൈഡാണിത്. ഉണ്ടോ? ഫുജറേൻ്റെ ഹൈവേ ആണത്. അവിടെ ഹൈവേയുടെ ഉള്ളിലെ ഭാഗങ്ങൾ. ഇവിടെയൊക്കെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഈ കൊടും വെയിലുള്ള സമയത്തും ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന സ്ഥലമാണിത്. അതുണ്ടോ? അങ്ങനെ ഗല്ലി ഏരിയയിൽ കൂടി കാണുന്ന ഗല്ലി ഏരിയയിൽ കൂടി നടന്ന് അങ്ങനെ വീണ്ടും ഹൈവേൻ്റെ ഭാഗത്തേക്ക് എത്തി. ഞാൻ പിന്നെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവിടെ നിന്ന് വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടോ ബസ് സ്റ്റോപ്പിൻ്റെ ഇത് ഉണ്ടാക്കുന്ന കൂടി കാണിച്ചു തന്നിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാണുന്നതാണ് ബസ് സ്റ്റോപ്പിൻ്റെ ഷെഡ് ഉണ്ടാക്കുന്നത്. എന്താ ബസ് സ്റ്റോപ്പ്, ബസ് അവിടെ നിർത്തുന്നു. ഇത് ഷെഡ്. അത് ഷെഡാണെന്ന് എൻ്റെ വിചാരം. കാരണം ആൾക്കാർ പറഞ്ഞെന്ന് കേട്ടിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് നമ്മൾ ദുബായിലൊക്കെ പോകാൻ ബസ്സിൽ കാത്തിക്കുന്ന സ്ഥലമില്ലേ, അപ്പോൾ അവിടെ അതിന് തൊട്ടപ്പുറത്തെ ഷെഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു. നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു.